ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ ലയൻ അഷ്റഫ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ആഫ്റ്റർ സ്കൂൾ റൂട്ടീനാണ്. ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ ആദ്യം തന്നെ ചായക്ക് കുടിക്കും, പിന്നെ കുളിക്കും. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫോണൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ മഗ്‌രിബ് നിസ്കരിക്കും, എൻ്റെ മനസ്സ് ഖുർആനൊക്കെ ഓതും. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ 7:30 മണിയാകുമ്പോഴാണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് 6 മണിക്ക് മദ്രസ ആയതുകൊണ്ട് എനിക്ക് രാവിലെ ആണല്ലോ പോകുന്നത്. അപ്പോൾ പഠിക്കാനും എല്ലാം ആക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരും. അതുകൊണ്ട് എനിക്കിപ്പോൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ തന്നിട്ടായിരിക്കും ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ബാഗിലെ പുസ്തകമൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഹോംവർക്ക് തന്നിട്ടുണ്ട് ഞാൻ നോക്കട്ടെ. ഞാൻ ഇംഗ്ലീഷാണ്, ഞാൻ പ്ലെയിനൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ എടുത്തിരുന്നോ നോക്കട്ടെ. ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല, പക്ഷെ മലയാളം ഫസ്റ്റ് ഞങ്ങൾക്ക് ട്രെയിനിങ് ടീച്ചേഴ്സ് എടുത്തു ഈ ഒരു പാഠം. ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാഠം എല്ലാവരും വായിച്ചു. ഏകദേശം ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യണമെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ഹോംവർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഹോംവർക്കുകളൊക്കെ ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ മാറ്റി വയ്ക്കും. അതിൻ്റെ ബുക്കും ഞാൻ ഒഴുക്കും. നെക്സ്റ്റ് സോഷ്യലാണ് ഞാൻ നോക്കുന്നത്. സോഷ്യൽ ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് ചെയ്യാനുണ്ട്, പകുതിയെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സോഷ്യൽ സയൻസും ഉണ്ട്. നെക്സ്റ്റ് മാത്സ് ആണ്. മാത്സിൽ നിന്ന് ഞങ്ങൾക്ക് ട്രെയിൻ ടീച്ചേഴ്സ് ഒരു ഷീറ്റ്, ഒരു A4 ഷീറ്റൊക്കെ തന്നിട്ട് ആംഗിൾസ് ഒക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതും കുറച്ച് ഞങ്ങൾക്ക് ഹോംവർക്കായി തന്നിട്ടുണ്ട്. അപ്പോൾ മാത്സും ഉണ്ട് കേട്ടോ. അത് ഹോംവർക്ക് ബുക്കിൽ തന്നെ ആയിട്ടാണ് ചെയ്യണത്. ഞങ്ങൾക്ക് അങ്ങനെയുണ്ട്. വേറെ നോട്ട്, പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വേറെ നോട്ട്. പിന്നെ മലയാളം സെക്കൻഡ് ഞങ്ങൾക്ക് ലെജൻസാണ് എടുക്കുന്നത് ഗൈസ്. മലയാളം സെക്കൻഡ് മിസ് ഈ ഒരു പാഠം എടുത്ത് നന്നായിട്ട് എനിക്ക് നല്ലപോലെ മനസ്സിലാക്കി, ഭയങ്കര ഇഷ്ടമായിട്ട് പാഠം. ഇതെന്താണ് പറയണം. പിന്നെ അത്രേ എടുത്തുള്ളൂ ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ ഫുൾ ഇങ്ങനത്തെ A4 ഷീറ്റിൽ ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പം ഇംഗ്ലീഷൊന്നും ഇല്ല ഇന്ന്. സോഷ്യൽ ഉണ്ട്, അപ്പോൾ അതിൻ്റെ നോട്ട് നമുക്ക് എടുത്തു വെക്കാം. പിന്നെ റഫിൽ ഞാനിങ്ങനെ എന്തൊക്കെ ഹോംവർക്ക്സ് ഉണ്ടെന്ന് ഇവിടെ എഴുതി വെക്കും. പിന്നെ ട്രെയിൻ ടീച്ചേഴ്സ് ഇങ്ങനെ കുറേ കളിപ്പിക്കും, അപ്പോൾ ഇവിടെ എഴുതി വെക്കും ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ നെയിംസ്, പക്ഷേ ഇതെന്താ പറയണത്, സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കും കേട്ടോ. അതൊന്നും നോക്കണ്ട ഇപ്പോൾ. പിന്നെ മലയാളം സെക്കൻഡ് ചെയ്താണ്ട് അപ്പോൾ നമുക്ക് ഇതിവിടെ വെക്കാം. ബേസിക് സയൻസ് ഞങ്ങൾക്ക് ധന്യാസിൻ്റെ ആദ്യ ടീച്ചർ നല്ല പോലെ എടുക്കും. നമുക്ക് മൈക്രോസ്കോപ്പിനൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്, ബാക്ടീരിയ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സൂക്ഷ്മജീവികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇതായിരുന്നു മൈക്രോ ഓർഗാനിസംസ്, അതെടുത്തു. അപ്പോൾ ഇവിടം വരെ എടുത്തു ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് നോട്ടൊക്കെ ചെയ്യാനുണ്ട്, ഹൗസ് സ്മോൾ. അപ്പോൾ ഇതിന് കുറച്ചിട്ട് നമുക്ക് നോട്ടിൽ എഴുതാനുണ്ട്. അപ്പോൾ ബേസിക് ഒന്നുണ്ട്. അപ്പോൾ ഹോംവർക്ക് ഉള്ളതൊക്കെ ഞാൻ ഈ ഒരു സൈഡിലേക്കും ഹോംവർക്ക് ഇല്ലാത്തൊക്കെ ഈ സൈഡിലേക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യട്ടെ. നെക്സ്റ്റ് എനിക്ക് നോട്ട് ചെയ്യാനുണ്ട്. അപ്പം പെണ്ണെടുക്കും. ഇത് ചാടി പെണ്ണ് വന്നില്ലല്ലോ, ഈ ഒരു ബാഗിലാണ്. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് നമുക്ക് ഇവിടെ എഴുതാനാണ് ഫസ്റ്റ് ഗൈസ്. പിന്നെ എനിക്ക് അറിയാത്തതൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്ലാസ് ഒക്കെ തരും കേട്ടോ. ക്ലാസ് കണ്ടോന്ന് ഞാൻ പറയാറാണ്. അപ്പോൾ ക്ലാസ് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കും. 6th ക്ലാസ്, ഇപ്പോൾ സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ സയൻസ് ലെസൺ ഫസ്റ്റ് എന്ന് അടിക്കും. സയൻസ് ആയാലും ഏതായാലും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് അധികം കാണാറ്. അതായത് ഇപ്പോൾ ഇതുപോലെയുള്ള ഇതിങ്ങനെ ഓരോ പാഠങ്ങൾ വെച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലുള്ള ചാനലിലെ ക്ലാസ്സുകളാണ് കാണാറ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സംഭവം, അതായത് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഇമ്പോർട്ടൻസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ പഠിക്കാൻ അധികം കൊടുക്കാറ്. മലയാളമൊക്കെ നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഈ പാഠം ഒരു ചിത്രം, ഇത് അമ്മയുടെ സ്നേഹം, കുട്ടിയോടുള്ള വാത്സല്യം, കുട്ടിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മളോട് ഈ പാഠത്തിൻ്റെ ബേസ് അങ്ങനെ ചെയ്തിരിക്കും. എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. അതായത് ഇപ്പോൾ ഈ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നെ ഉണ്ടാവില്ല, നമ്മൾ എഴുതേണ്ടതാണ് ഉണ്ടാവുക അധികവും. പിന്നെ നമ്മളെ അഭിപ്രായങ്ങളും ഒരു അമ്മയുടെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇത് കണ്ടോ, സഹോദര ശ്രുതി. ഈ പാഠത്തിൽ നിന്ന് ഇപ്പം സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിനൊക്കെ വരിക. അപ്പോൾ അതൊക്കെ നമ്മളെ സ്വന്തം അഭിപ്രായമാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ ശരിക്കും ടെക്സ്റ്റ് വായിക്കുക, ടീച്ചേഴ്സ് എന്ന നോട്ട്സൊക്കെ വായിക്കുക. ബാക്കിയൊക്കെ നമ്മളെ അഭിപ്രായങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ടെക്സ്റ്റിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ കണ്ടെത്താൻ പറയാം,
ഇങ്ങനെ ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വന്തമായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ലാസ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളതൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോയെന്ന് പിന്നെ നമ്മൾ നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് എക്സാമിന് നമുക്ക് ചോദിക്കുള്ളൂ. കണ്ടോ ഈ ലാസ്റ്റൊക്കെ വരുന്നതും അങ്ങനെയൊക്കെയാണ് നമ്മളോട് എക്സാമിന് ചോദിക്കുക. അങ്ങനെ മലയാളം അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതായത് ഓരോ പാഠത്തിലും എന്താണ് കഥ അതിനെ ആസ്പദമാക്കി നമ്മൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും നമ്മളുടെ അഭിപ്രായങ്ങളാണ് മലയാളം ഫസ്റ്റും സെക്കൻഡും പഠിക്കേണ്ടത്. ഇപ്പോൾ സോഷ്യൽ നമുക്ക് പഠിക്കുമ്പം പിന്നെ ഒരുപാട് വരച്ച് വാരി പഠിക്കണമെന്നില്ല, നമുക്ക് ഹാർഡായി തോന്നുന്നു അങ്ങനെ പഠിക്കണമെന്നില്ല. ഇപ്പോൾ ഇത് ഈ പാഠത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും പഠിച്ചു വെക്കുക. ഇതിലെ ഈ സെഞ്ചുറികൾ ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ മെഡീവൽ പീരീഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇത് ഫുൾ എഴുതണമെന്നില്ല. അതായത് ദ പീരീഡ് ബിറ്റ്വീൻ 8th century and 18th century is known as medieval period. അത്ര എഴുതിയാൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയത് ടെക്സ്റ്റിലെല്ലാം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ജസ്റ്റ് എല്ലാം മനസ്സിലാക്കി വെക്കാനാണ് ഉള്ളത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കുക. സയൻസിലാണെങ്കിൽ ബേസിക് സയൻസിലാണെങ്കിൽ ഇപ്പോൾ ഓർഗാനിസംസിനെ കുറിച്ചിട്ടാണല്ലോ ഇതിനകത്ത് മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ളതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി കുറച്ചൊക്കെ പഠിച്ചു വെക്കുക. അങ്ങനെയാണ് സയൻസ് ആയാലും ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ പഠിച്ചു വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അറിയാത്തത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരുപാട് നേരം യൂട്യൂബിൽ ക്ലാസ് കണ്ടിരിക്കാതെ ഏറ്റവും എളുപ്പത്തിൽ ആരാണോ ആ ടെക്സ്റ്റുള്ള സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയുള്ള ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ സ്വന്തമായിട്ടെല്ലാം പഠിച്ച് സ്വന്തമായിട്ടെല്ലാം കണ്ട് സ്വന്തമായിട്ട് ചെയ്യാനും എഴുതാനും നോക്കുക. ഒരുപാട് വലിച്ചു വാരി പഠിക്കുമ്പോഴാണ് നമുക്ക് മടി തോന്നുന്നത്. ഓരോ പാഠവും ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ഇംഗ്ലീഷ് ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. നിങ്ങൾക്ക് ഓരോരോ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഓരോരോ സ്വന്തമായിട്ട് സെൻറ്റൻസ് എഴുതാനൊക്കെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഒരുപാട് വായിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ എഴുതാനും പറ്റും. പിന്നെ ഈ പ്രൊഫൈലൊക്കെ ഇതൊക്കെ ഒരുപാട് നീട്ടി വലിച്ച് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരും പിന്നെ ഇത്ര മാത്രം മനസ്സിലാക്കിക്കുക. അന്ന് ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ, പിന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്, പിന്നെയോ കാർട്ടൂൺസ് എന്താണ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്, അതും പിന്നെ ഈ ലാസ്റ്റുള്ള ഈ ബുക്ക് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി സ്വന്തമായിട്ട് എക്സാമിന് എഴുതാൻ പറ്റും. ഗായ്സ് ഞാൻ ഹോംവർക്ക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വായിക്കാനുണ്ടായി, അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഹോംവർക്ക്സ് ഉണ്ടായുള്ളൂ. പിന്നെ കുറച്ച് എടുക്കുന്നുള്ളൂ ക്ലാസ്. സോ കുറച്ച് ഹോംവർക്ക്സും പഠിക്കാനും കുറച്ചേ ഉള്ളൂ. ഇനി ഞാൻ നേരെ ടൈം ടേബിൾ നോക്കി വെക്കും. പിന്നെ ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. ഇപ്പൊ ഒരു 9:30 ആയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നടന്ന് വെള്ളം കുടിച്ച് അതിനൊക്കെ പോയി. അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ബൈ.